മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരുകയാണ്. വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൊബൈൽ ഓണാതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ഫാത്തിമ, ഷഹദ, അശ്വതി എന്നിവരെ കാണാതായത്. സ്കൂൾ യൂണിഫോമിലാണ് ഇരുവരും വീട്ടിൽ നിന്നും പുറത്തോട്ടിറങ്ങിയത്. VK ജിഷാദ് ചേരുന്നു വിവരങ്ങളുമായി. ജിഷാദ്, താനൂർ പോലീസാണ് കാണാതായ കുട്ടികൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നത്. രണ്ടുപേരും സ്കൂൾ യൂണിഫോമിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടേക്കാണ് നിലവിൽ? കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ലൊക്കേഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടികളെ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പോലീസ്? താനൂരിലാണ് 2 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിട്ടുള്ളത്. ഫാത്തിമ, ഷഹദ, അതുപോലെ തന്നെ അശ്വതി എന്നിവരാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിട്ടുള്ളത്. സ്കൂളിലേക്ക് പരീക്ഷയ്ക്കായി ഇറങ്ങിയതായിരുന്നു 2 വിദ്യാർത്ഥികളും. തുടർന്ന് വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് താനൂർ പോലീസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇവരുടെ ഫോണ് അല്പം സമയം മുമ്പ് കോഴിക്കോട് ലൊക്കേഷനിൽ ഓണായതായിട്ട് പോലീസ് സൂചന നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള മൊബൈൽ ടവർ ലൊക്കേഷനിലാണ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് താനൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ അടക്കം ഫോട്ടോകൾ നൽകി പോലീസ് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ടോം, തീർച്ചയായും ജിഷാദ്, എന്തിനാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന കാര്യം കണ്ടെത്തണം. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ടോം, ഇവര് പരീക്ഷയെ ഭയം മൂലമാണ് ഇവര് വീട് വിട്ട് പോയിട്ടുള്ളതെന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന സൂചന. ഇതിനു മുമ്പും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ വീട് വിട്ട് പോയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു പോലീസ്. അത്തരത്തിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോയി പോകലോ മറ്റു ശ്രമങ്ങളോ ഇതിന് പിന്നിലില്ലെന്നും പോലീസ് അറിയിക്കുന്നു. ഇപ്പോൾ ഈ CCTV കേന്ദ്രീകരിച്ച്, അതായത് കോഴിക്കോട് ലൊക്കേഷനിൽ ഫോൺ ഓണായ സ്ഥലത്തുള്ള CCTV കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ ഭയം മൂലം മാത്രമായിരിക്കും വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ വിട്ടും പോയതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. 2 പേരും പോകുന്ന സമയത്ത് സ്കൂൾ യൂണിഫോമിലായിരുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അങ്ങനെ ഒരു പ്രയാസം ഇവർ മറ്റ് സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ അറിയിച്ചിരുന്നോ? ഇങ്ങനൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവർ അറിയിച്ചിരുന്നോ? ഇവരുടെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? ഈ 2 പെൺകുട്ടികൾ തനിച്ചാണോ ഇവിടെ നിന്ന് പോയത്? CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, അടുത്ത സുഹൃത്തുക്കളാണ് ഫാത്തിമ, ഷഹദയും അശ്വതിയും. ഇവർക്ക് കൂട്ടായിട്ട് വേറെ ആരും ഇവരൊപ്പം ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ കൂടുതലായിട്ട് മറ്റു സുഹൃത്തുക്കളായിട്ട് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന, അതുപോലെ തന്നെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന അധികൃതരെ വിവരം നൽകുന്നത്. ഇപ്പോൾ ഈ 2 സുഹൃത്തുക്കൾ, അതായത് ഈ പരീക്ഷയുടെ ഭയം മൂലം മാത്രമായിരിക്കും പോയതെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചനകൾ. താനൂർ DYSPയുമായി നമ്മൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയൊരു അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ടോം, വ്യക്തമാണ്. മലപ്പുറം താനൂരിൽ നിന്നും 2 വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 പേരുടെയും മൊബൈൽ ഫോൺ, ഒരാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കോഴിക്കോടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷയെക്കുറിച്ചുള്ള ഭയം, ആശങ്ക കാരണമാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് പറയുന്നു. എന്തായാലും പോലീസ് ഈ 2 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.